ഇങ്ങോട്ട്. എന്തിനാ സാർ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്ന് അറിയാനാണോ? നിങ്ങൾ നടക്ക്. സാർ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞല്ലോ ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന്. എല്ലാം പറയാം, നിങ്ങൾ നടക്ക്. സർ, ഇതല്ലേ നിങ്ങളുടെ മകൻ സൂര്യ? അച്ഛാ, എന്തു പറ്റി? എന്താ എല്ലാവരും ഇവിടെ? വിവേകിന് ഒരു ആക്സിഡന്റ് പറ്റി. അവനെന്താ പറ്റിയേ? എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കായിരുന്നേ? ഏട്ടനെ വിളിച്ചിട്ട് കിട്ടണ്ടേ? വിവേകേട്ടന് ബ്ലഡ് വേണം. അത് കിട്ടാത്തത് കൊണ്ട് അവർ ഓപ്പറേഷൻ പോലും ചെയ്യാതെ വെയിറ്റ് ചെയ്യുവാ. സാറിന്റെയും വിവേകിന്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ഞങ്ങൾ വന്ന സമയം തൊട്ട് സാറിനെ തേടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, നീ പേടിക്കണ്ട. അവന് ബ്ലഡ് വേണോ? അത് ഞാൻ കൊടുക്കാം. അച്ഛാ, അച്ഛാ, ബ്ലഡ് ഞാൻ കൊടുക്കാം. അവന്റെ ഓപ്പറേഷൻ നടക്കണം. കുടിച്ചു ബോധമില്ലാതെ വന്നിരിക്കുന്ന നിന്റെ ബ്ലഡ് എങ്ങനെയാണ് എടുക്കുന്നത്? അച്ഛാ, ഞാൻ കഴിച്ചിട്ടില്ല. മിണ്ടരുത്. അകത്തവൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. എങ്ങനെങ്കിലും നിന്നെ കണ്ടുപിടിച്ച അവനെ രക്ഷിക്കാന്നുള്ള വിശ്വാസത്തിലാ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞതും പോലീസുകാരെ നാട് മുഴുവൻ അയച്ചതും. എന്നിട്ട് ഈ കോലത്തിലാണല്ലോടാ നീ തിരിച്ചു വന്നത്. എനിക്ക് നിന്നെ കാണണ്ട. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ, ഞാൻ സത്യം പറയുന്നേ. ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. നന്ദിനി, ഞാൻ പറയുന്നത് വിശ്വസിക്കും. വേണ്ട സർ, ഉറങ്ങാതെ കാവലിരുന്നിട്ടും എന്റെ കണ്ണ് നടഞ്ഞപ്പോ ഇറങ്ങിപ്പോയില്ലേ സാറ്? സാറിനെ സ്നേഹിക്കുന്നവരൊക്കെ മണ്ടന്മാരാ. യതീന്ദ്രൻ സാറും അതെ, വിവേകും അതെ, ആരതിയും അതെ, എല്ലാരും മണ്ടന്മാരാ. ഞാൻ നിങ്ങളെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാന്ന് എനിക്ക് അറിയില്ല. മോളെ, നീ ഞാൻ പറയുന്നു കേക്ക്. നീ ഡോക്ടറോട് പറ, ഏട്ടൻ കഴിച്ചിട്ടില്ല. വിവേകിനെ നമുക്ക് രക്ഷിക്കാം. എന്താ ഇവിടെ ബഹളം? ഡോക്ടർ, ഞാൻ സൂര്യ. അകത്ത് കിടക്കുന്ന വിവേക് എന്റെ കൂട്ടുകാരനാ. ഡോക്ടർ, അവന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ തരാം. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്. മിസ്റ്റർ സൂര്യ, കാര്യം നിങ്ങൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്. പക്ഷേ മദ്യപിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല. ഡോക്ടർ, എന്റെ ഈ ഡ്രസ്സിൽ മദ്യം മണക്കുന്ന നോക്കണ്ട. എന്റെ ഉള്ളിൽ ഒരു തുള്ളി മദ്യം പോലും ഇല്ല. ഡോക്ടറെ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. അപ്പൊ അറിയാലോ നിങ്ങക്ക്. ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ. ഓക്കെ ആണെങ്കിൽ ബ്ലഡ് എടുക്കാം. ഓക്കെ സർ, വരൂ. ഒരു മിനിറ്റ് മോളെ, നീ പേടിക്കണ്ട. ഒരു കുഴപ്പമുണ്ടാവില്ല. നന്ദിനി, ആരതി സമാധാനിപ്പിക്കും. അവനൊന്നും സംഭവിക്കില്ല. അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അച്ഛാ, എന്നോട് ക്ഷമിക്ക അച്ഛാ. അവരെന്നെ പരിശോധിച്ചാൽ അച്ഛന് സത്യം മനസ്സിലാവും. സിസ്റ്റർ, പോ. ചെല്ല. സർ, സാർ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോ മദ്യവെച്ച് വെളിവില്ലാത്തവർക്ക് എന്താ പറയാൻ പറ്റാത്തത്? സർ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സർ. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയില്ല സർ. പിന്നെ കമ്മീഷണർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. ACP ഞാൻ വിളിച്ചോളാം. ശരി സർ. സർ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ മകൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. ആണോ? ആരതി, നീ പേടിക്കണ്ട. സാറ് ബ്ലഡ് കൊടുക്കും.